ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എല്ലാവരും. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇന്നിപ്പോൾ 12 ഡിഗ്രി ഉണ്ട്. പക്ഷേ വീടിനകത്തൊക്കെ നല്ല തണുപ്പാണ്. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നടക്കാൻ പോകാനൊന്നും പറ്റിയില്ല. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പുതിയ വിസയെ കുറിച്ച് പറയാനാണ്. അടുത്ത ഡിസംബറിലാണ് അതിൻ്റെ ഡേറ്റ് ഇവിടെ വരുന്നത്. എങ്കിലും നേരത്തെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാമെന്ന് വെച്ചു. അതായത് ഇതൊരു വർക്കിംഗ് ഹോളിഡേ വിസയുടെ രൂപത്തിലുള്ളതാണ്. അതിൻ്റെ പേര് മെയ്റ്റ്സ് എന്നാണ്. മെയ്റ്റ്സ് വിസ, മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം എന്നാണ് ഈ വിസയുടെ പേര്. ചുരുക്കത്തിൽ അത് മെയ്റ്റ്സ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് പ്രകാരം കിട്ടുന്ന വിസ സബ് ക്ലാസ് 403 ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബറിലാണ്. ഓസ്ട്രേലിയയിൽ 2 വർഷം താമസിച്ച് ജോലി ചെയ്യാനുള്ള ഒരു വിസയാണ് ഇത്. പിന്നെ ചില മേഖലകളിലാണ് ഇതിവിടെ കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗ്, മൈനിങ്, റിന്യൂവബിൾ എനർജി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചറൽ ടെക്നോളജി, ഈ മേഖലയിലുള്ളവർക്കാണ് ആ വിസ ഇവിടെ കിട്ടുന്നത്. ആ അറിയിപ്പ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്തോളാം. ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് $25 മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതിനുവേണ്ടി ശ്രമിക്കണം കേട്ടോ. നമ്മൾ ആ ബാലറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഈ $25 നമുക്കിവിടെ നഷ്ടപ്പെടും. പക്ഷെ നമുക്ക് $25 പോവുള്ളൂ. കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 വർഷത്തേക്ക് ജോലി ചെയ്യാനും ഓസ്ട്രേലിയയിൽ താമസിക്കാനുമുള്ള ഒരു വിസയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും ഈ വിസയ്ക്ക് രജിസ്റ്റർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഇതിന് ആരുടെയും സ്പോൺസർഷിപ്പ് ആവശ്യമില്ല. അതുപോലെ തന്നെ അക്രഡിറ്റഡ് വിസയുടെ ആവശ്യമില്ല. ആരും സ്പോൺസർ ചെയ്യേണ്ട. $25 മുടക്കിയാൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ ബാലറ്റിൽ തിരഞ്ഞെടുക്കപ്പെടും. ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ഡിസംബർ 30 സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 7 വരെ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാം. പിന്നീട് 1 മാസത്തേക്ക് സെലക്ഷൻ പ്രോസസ്സാണ്. ആ സെലക്ഷനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റേജ് കൂടിയുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടി 30 ദിവസത്തിനുള്ളിൽ വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ 4 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ് ആണ്, രണ്ടാമത്തേത് സെലക്ഷൻ ആണ്, മൂന്നാമത്തേത് നമ്മളെ നോട്ടിഫൈ ചെയ്യുന്നതാണ്, നാലാമത്തേത് ആപ്ലിക്കേഷൻ ആണ്. ബാലറ്റിൽ കിട്ടിയാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ആ വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 വർഷം ഓസ്ട്രേലിയയിൽ വന്ന് താമസിച്ച് ജോലി ചെയ്യാം. അതുപോലെ തന്നെ പിന്നീട് PR-ന് അപ്ലൈ ചെയ്യാം. പിന്നീട് നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാനും സാധിക്കും. നിങ്ങളുടെ പാർട്ട്ണറെ കൂടി ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പാർട്ട്ണറുടെ ഭാഗം കൂടി നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. രജിസ്ട്രേഷൻ 7 ക്ലോസ് ചെയ്യുന്നു. 8 മുതൽ സെലക്ഷൻ ആരംഭിച്ച് അടുത്ത 1 മാസത്തിനുള്ളിൽ സെലക്ഷൻ കംപ്ലീറ്റ് ആവുന്നു. പിന്നീടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. ആ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ കിട്ടുന്ന വിസ സബ് ക്ലാസ് 403 എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ ന്യൂസിലൻഡിലും വർക്കിംഗ് ഹോളിഡേ വിസ എന്നൊരു സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ അതിലും ഇതുപോലെ കുറച്ച് ഡോളറിനെ നമുക്ക് അതിലൂടെ രജിസ്റ്റർ ചെയ്യാം. അത് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. നേരത്തെ ഞാനൊരു വീഡിയോ അതേക്കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ 2 രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ആ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുക. വളരെ കൂടുതൽ പണം മുടക്കാതെ ഒരു വിസ കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ഇന്നു മുതൽ മെയ്റ്റ്സ് വിസ അല്ലെങ്കിൽ വർക്കിംഗ് ഹോളിഡേ വിസ കിട്ടുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് കാത്തിരിക്കുക. ഡിസംബറിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ കൂടി ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ന്യൂസിലൻഡിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും AI വന്നതോടുകൂടി ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോലി ഇവിടെയുള്ളവർക്ക് കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഓക്ലൻഡിലുള്ള ഒരു നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, എന്തെങ്കിലും രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരു കമന്റ് ഇവിടെ ഇട്ടിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഞാൻ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളി അതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അതുപോലെ ഏജൻസി വഴി അപ്ലൈ ചെയ്തവരും ജോലി കാത്തിരിക്കുന്നുണ്ട്. മെയ് അവസാനത്തോടു കൂടിയെങ്കിലും അതിവിടെ ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. അവരുടെ അക്രഡിറ്റേഷൻ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ് ഇവർക്ക് ജോലി കിട്ടാത്തത്. ആ ഏജൻസി വഴി കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവരുടെ വിസ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ ഏജൻസിയെ സജസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ മെയ് അവസാനം നമുക്കിവിടെ നോക്കാം അവർക്ക് ജോലി കിട്ടുമോ എന്ന്. എങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഏജൻസി വഴി അപ്ലൈ ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ന്യൂസിലൻഡിലാണെങ്കിൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള ലോയേഴ്സ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാം. അതുപോലെ ഓസ്ട്രേലിയയിലാണെങ്കിൽ മാര രജിസ്ട്രേഡ് ആയിട്ടുള്ള ഏജൻസ് വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാര രജിസ്ട്രേഡ് ആയിട്ടുള്ള ഏജൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് രജിസ്ട്രേഡ് ഏജൻസ് ആണ്. അവരൊരിക്കലും ഇവിടെ ഫ്രോഡ് ആയിരിക്കില്ല. അപ്പോൾ മലയാളി ഏജൻസികളും ഒക്കെ ഉണ്ട് അതിൽ. നിങ്ങളതിൽ കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളികളായിട്ടുള്ള ഏജൻസികളെ കാണാൻ സാധിക്കും. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുക. പണം കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വളരെ ഷാർപ്പായിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രമേ പണം കൊടുക്കാവൂ. സാധാരണ നല്ല ഏജൻസികളാണെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ അവരുടെ പണത്തെക്കുറിച്ചൊന്നും പറയാറില്ല. വിസ കിട്ടുന്ന സമയത്താണ് നമുക്കിവിടെ പണം കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, കുറേ തട്ടിപ്പ് വിസകളുമായിട്ട് കുറേ ഏജൻസികളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അക്രഡിറ്റഡ് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും. ഉദാഹരണമായിട്ട് ഓസ്ട്രേലിയയിലെ മാരിയറ്റ് ഹോട്ടൽ, അവിടെ നിന്ന് ഇപ്പോൾ 2 പേർക്കായി ഓഫർ ലെറ്റർ കിട്ടുന്നു. ഈ ഓഫർ ലെറ്റർ വഴി അവർക്കൂടെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവരന്ന് അതിനെക്കുറിച്ച് ഇവിടെ റിസർച്ച് ചെയ്തു. 2 പേരെനിക്ക് മെയിൽ അയച്ചിരുന്നു. അതുവഴി ഞാൻ അവരുടെ ജനറൽ മാനേജറോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് തട്ടിപ്പാണ്, ഇങ്ങനെ ഒരു തട്ടിപ്പ് ഏജൻസി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിസ ഫേക്കാണ്. അങ്ങനെയുള്ള ഹോട്ടൽസിലെ ജോലിക്കാരെ ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യാൻ. കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നവരൊക്കെ തന്നെ CV കറക്റ്റ് ചെയ്യുക. ഒരു ജോലിക്ക് ഉപയോഗിക്കുന്ന CV മറ്റൊരു ജോലിക്ക് ഉപയോഗിക്കരുത്. നിങ്ങളത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് അതിലെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള കീവേഡ്സ് ഒക്കെ മാക്സിമം CVയിലും കവർ ലെറ്ററും ചേർക്കുക. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മെഷീനിൽ സ്കാൻ ചെയ്യുന്നു. അവർ സ്കാൻ ചെയ്തിട്ട് കീവേഡ്സ് മാക്സിമം ഉള്ള CVകൾ സെലക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷനുകളിൽ നിന്നാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CVയും കവർ ലെറ്ററും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ജോലിക്ക് ഉപയോഗിക്കുന്ന CVയും കവർ ലെറ്ററും ആണെങ്കിൽ മറ്റൊരു ജോലി വരുമ്പോൾ അതിനനുസരിച്ച് ആ നോട്ടിഫിക്കേഷനിലുള്ളതുപോലെ കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ജോലി ഏത് കമ്പനിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ കമ്പനിയിലേക്ക് ഒരു ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഇമെയിൽ അയക്കുക. എപ്പോഴും ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ കമ്പനിയെക്കുറിച്ച് കുറച്ച് പൊക്കി പറയേണ്ടത് അത്യാവശ്യമാണ്. അതായത് അവരാഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നീ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എനിക്ക് വന്ന ഇൻ്റർവ്യൂ കോളുകളിലെല്ലാം അവർ ഇത്തരത്തിലൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പൊക്കി പറയുക. നിങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുക. ആ ജോലി നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടെന്ന് പറയുക. ഇതൊക്കെയാണ് ജോലി കിട്ടാനുള്ള ചില ടിപ്സ്. അപ്പോൾ എന്തായാലും ഈ മെയ്റ്റ്സ് വിസയ്ക്ക് നിങ്ങൾ അടുത്ത ഡിസംബറിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വർക്കിംഗ് ഹോളിഡേ വിസ ന്യൂസിലൻഡിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇതൊക്കെ ചിലവ് കുറച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന വിസയാണ്. ഷുവറായിട്ടുള്ള വിസയാണ്. ഒരു ഏജൻസിയുടെ ആവശ്യമില്ല. ഗവൺമെൻറ് സൈറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി കൂടി നിങ്ങളിവിടെ ശ്രമിക്കുക. ഇന്നും ഞാനിവിടെ താഴെ കോമൺ ആയിട്ടുള്ള ജോബ് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ജോബ് ലിങ്ക് കമൻറ്റിന് താഴെ ഇട്ട് തരാം. നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ആ ലിങ്ക് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചോദിക്കുന്നവർക്ക് ഞാനിവിടെ ജോബ് ലിങ്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുക. അത് കിട്ടുന്നത് വരെ ആ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുക. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് ഈ കാലം അത്രയും വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ IELTSന് വേണ്ടി ട്രൈ ചെയ്യുക. CVയും കവർ ലെറ്ററും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. CVയും കവർ ലെറ്ററും ജോലിയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഒരു മിസ്റ്റേക്കും പാടില്ല. എല്ലാം കൃത്യമായിട്ട് എഴുതുക. പിന്നെ കമ്പനിയിലേക്കൊരു ഇമെയിൽ അയക്കുക. ആ ഇമെയിലിൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വപ്നത്തിലൂടെ പൂർത്തീകരിച്ചെടുക്കുക. സ്വപ്നം കാണുക. നിങ്ങൾ ആ ജോലി കിട്ടുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചോദിക്കുക. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സീ യു, ബൈ.